നമുക്ക് നല്ലൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? നല്ല രുചികരമായുള്ള ഒരു ബീഫ് റോസ്റ്റാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് പൊറോട്ട, ദോശ, ഇടിയപ്പം, ചോറ് എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു നല്ല ബീഫ് റോസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ബീഫിനകത്ത് വെള്ളമുണ്ട്, ആ വെള്ളം കൂടെ ഇറങ്ങും. അപ്പോൾ നമുക്കിത് പകുതി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, പിന്നെ വെള്ളം അധികവും കാണും. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒന്ന് വേവിച്ച് കൊടുക്കാം. അതിന് എളുപ്പം വേവുന്ന ഇറച്ചിയാണെങ്കിൽ അതിനനുസരിച്ച് പകുതി വേവിക്കാവൂ. വേവുന്ന സമയത്തിന് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി അത് അരച്ചുകൊണ്ട് വരാം. ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ബീഫ് റോസ്റ്റ് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അതിലേക്ക് നമുക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നല്ലതായിട്ട് മൂപ്പിച്ച് കോരിയെടുക്കണം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്നത് മൂത്ത് കിട്ടും. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇത്ര എണ്ണ വേണ്ട, നമുക്ക് കുറച്ചിങ്ങ് കോരിയെടുക്കാം. ബീഫിനകത്ത് അല്പം നെയ്യൊക്കെ ഉണ്ട്, അപ്പോൾ ഇത്ര എണ്ണ മതി. അല്പം കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനായിട്ട് ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ വഴറ്റണം. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് 3 സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. മറ്റേ മുളകാണെങ്കിൽ നിങ്ങളുടെ എരിക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കണം. ഇച്ചിരി കായം പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ വേവിച്ച് വെച്ച ഇറച്ചി ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കതിലേക്ക് ഒഴിക്കാം. പകുതി വേവിക്കാൻ പറഞ്ഞ് എന്തിനാന്ന് വെച്ചാൽ ഈ ഇറച്ചി പകുതി ഈ മസാലയ്ക്കകത്ത് കിടന്ന് വേവണം, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ബാക്കി വേവ് കൂടെ വേവും. അത് പറ്റട്ടെ. അപ്പോഴത്തേന് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അത് വെന്ത് പറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നല്ലതായിട്ട് വെന്ത് പറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയല്ലേ, അത് നല്ലതായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റാണ്. നല്ല രുചികരമായ ഒരു ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കും. വളരെ ടേസ്റ്റിയാണ്.